വിമർശകർ രോഹിത്തിനെ ഹാർദിക് ഒറ്റപ്പെടുത്തുന്നു എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചപ്പോൾ രാജാവ് എവിടെയായിരുന്നാലും രാജാവ് തന്നെ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് തന്റെ സഹതാരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് രോഹിത് ആരാധകർക്ക് ഏറെ സന്തോഷമുളവാക്കിയ കാര്യങ്ങളാണ്. രോഹിത്തിനെ മുംബൈ നിർബന്ധിച്ച് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതോ അതല്ലെങ്കിൽ രോഹിത് സ്വയം മാറുന്നതാണോ എന്ന് ഇതുവരേക്കും ആരാധകർക്ക് വെളിവായിട്ടില്ല. എന്നാൽ പാണ്ഡ്യയെ ഗുജറാത്തിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ നായകസ്ഥാനം തരാമെന്ന വാക്ക് മുംബൈ നൽകിയത് ഏറെ വിമർശനങ്ങൾക്ക് പോലും വഴിവെച്ചിരുന്നു. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ പോലും രോഹിത്തിനെ എന്തിന് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന ചോദ്യത്തിന് ടീം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയോ കോച്ച് മാർക്ക് ബൗച്ചറോ മറുപടി പറയാൻ തുനിഞ്ഞിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ആരാധകർക്ക് ഏറെ ആശങ്ക ഉണ്ടാക്കിയെങ്കിലും രോഹിത് ഫീൽഡിൽ ടീമിനെ ഉത്തേജിപ്പിക്കുന്നതും ഉപദേശങ്ങൾ കൈമാറുന്നതും കാണുമ്പോൾ ആ പഴയ ക്യാപ്റ്റനെ മുംബൈക്ക് തിരിച്ചു കിട്ടിയ ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ രോഹിത്തിന് ഉപദേശങ്ങൾ നൽകാൻ മാത്രമേ നിലവിൽ സാധിക്കൂ. ടീമിനെ നയിക്കേണ്ടതും ഫൈനൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ടീം ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. എന്നാലും രോഹിത് വെറുതെ ഇരിക്കാൻ തയ്യാറാവുന്നില്ല. തന്നാൽ കഴിയും വിധം തൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെയും രോഹിത് ചെയ്തു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജാവ് എന്നും എവിടെയായിരുന്നാലും രാജാവ് തന്നെയാണ് എന്ന് പറഞ്ഞു വരുന്നത്.